ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അടുത്ത ഐറ്റം മത്തി അച്ചാട്ടോ. അതിന് വേണ്ടി നമ്മൾ മത്തിയെ കഴുകിയതിന് ശേഷം ഉപ്പും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളകൊക്കെ ഇട്ട് നല്ല സെറ്റ് ആക്കിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ ഇൻഗ്രീഡിയൻസും ഇതാ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നേരെ ഒരു കടായി എടുത്ത് അതിൽ നമ്മൾ നെല്ലെണ്ണ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ മത്തിയില്ലേ അതിൽ വേണം പൊരിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അവസാനം പൊരിച്ച് കോരി എടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ മീൻ പൊരിക്കുന്നത് പോലെ തന്നെയാണ്. എന്നിട്ട് അതേ എണ്ണയിൽ നമ്മൾ കടുക് പൊട്ടിച്ചതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് മൂന്നും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്ത് ഈ ഒരു കളർ ചേഞ്ച് ആകുമ്പോഴേക്കും കണ്ടോ, ഈ ഒരു കളർ ചേഞ്ച് ആകുമ്പോഴേക്കും നമ്മൾ വിനിഗർ ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. 2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് എല്ലാം ഒന്ന് പിടിച്ച് വരാനായിട്ടൊക്കെ. എന്നിട്ട് നമ്മൾ പൊരിച്ച് കോരി വെച്ചിട്ടില്ലേ മത്തി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യണം ഗായ്സ്. സൂപ്പർ മണമാണ് വരുന്നത്. നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ പല പല അച്ചാർ കഴിച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പം നിങ്ങൾ മത്തി അച്ചാറൊന്ന് ഇട്ട് നോക്കണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടപ്പോഴേക്കും നമ്മളെ മത്തി അച്ചാർ റെഡി ആയി കഴിഞ്ഞു. ട്രസ്റ്റ് മീ ഗായ്സ്, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളെ വിലപ്പെട്ട കമൻറ്റുകൾ എന്നെ അറിയിക്കുക. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.